ഹലോ ഗൈസ്, നമസ്കാരം. അപ്പോൾ നമ്മളിത് ഇന്നൊരു പുതിയൊരു ട്രിപ്പായിട്ട് സ്വിറ്റ്സർലാൻഡിൽ വന്നേക്കാണ്. ബസ് കുറച്ച് താഴത്തായിട്ട് അവിടെ ഇട്ടിട്ടുണ്ട്. ഗസ്റ്റൊക്കെ അങ്ങനെ നടന്നു പോയി. അപ്പോൾ ഞാൻ ചുമ്മാ 1-2 വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി അങ്ങനെ ഇറങ്ങിയതാണ്. നല്ല പച്ചപ്പൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. എന്താ നമ്മളെ സ്വിറ്റ്സർലാൻഡിലെ തന്നെ ഏറ്റവും മനോഹരമായ ഒരു വില്ലേജായ ലൗട്രബ്രൂണെല്ലാം ഉള്ളത്. ചുമ്മാ ഞാനിങ്ങനെ ഇതിനു മുമ്പ് വന്നിട്ടുള്ളതാണെങ്കിലും ചുമ്മാ കാഴ്ചയൊക്കെ കണ്ട് ഇങ്ങനെ നടക്കാമെന്ന് വിചാരിച്ചു. ബസ് പോയതുണ്ട, അതായത് ഒരു ബസ്സിൻ്റെ പുറകിൽ വേറൊരു ബസ് കെട്ടി വെച്ചിട്ട് കൊണ്ടുപോകണം. സംഭവം നമ്മളെ സാധാരണ കാണുന്ന ആർട്ടിക്കുലേറ്റർ അല്ല, അതൊരു ബാച്ചായിട്ട് വരേണ്ടതാണ്. പക്ഷേ ഇത് അങ്ങനെയല്ല, എക്സ്ട്രാ. ഇത് നോക്കിയേ, കണ്ട മോനെ, എല്ലാ വെള്ളച്ചാട്ടം കണ്ട. ഞാൻ അങ്ങോട്ടാണ് പോകുന്നത്, അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം സെറ്റായിട്ട്. എൻ്റെ കൂടെ നമ്മളൊരു കൂട്ടുകാരനും കൂടെ ഉണ്ട്. ഞങ്ങൾ 3 പേരുണ്ട് ഡ്രൈവർമാരായിട്ട്. ഞാനല്ല വണ്ടി ഓടിക്കണത്, അവർ 2 പേരുമാണ്. ഞങ്ങളിങ്ങനെ ജർമ്മനിയിൽ നിന്ന് പല പല സ്ഥലത്തേക്ക് ട്രിപ്പ് കൊണ്ടുപോകുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. അപ്പം ലൗട്രബ്രൂണൻ വില്ലേജിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇനി ഇതിൻ്റെ കുറച്ച് കിടിലോൾസ്കി കാഴ്ചകൾ ഞാൻ കാണിച്ചു തരട്ടാ. ഞാൻ അങ്ങോട്ട് നടന്നെത്തട്ടെ. ഇപ്പോൾ ഫുഡ് കഴിച്ചുള്ളൂ, കാരണം നമ്മൾ ട്രിപ്പിന് വന്ന ആൾക്കാർക്ക് നല്ല കിടിലൻ ഇടിയപ്പം, തേങ്ങാ ചമ്മന്തിയും മുട്ടക്കറിയും നല്ല കിടിലൻ പാൽ ചായയും കൊടുക്കും. അവർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ ലാസ്റ്റാണ് കഴിച്ചത്. അപ്പോൾ അതുകൊണ്ട് കഴിച്ച് കഴിഞ്ഞിട്ട് നടക്കുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ട്. ഈ ബിൽഡിങ്ങുകളൊക്കെ നോക്കി വേറെ തന്നെ ഒരു സ്റ്റൈലാണ്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നതോറും പക്ക നമ്മുടെ നാട്ടിൻപുറം സെറ്റപ്പ്. ഗൈസ് അത് നോക്കിയേ, വേണ്ട മഞ്ഞ് മുകളിൽ വീണിട്ട് താഴത്തോട്ട് ഇങ്ങനെ തെറിച്ച് പോന്നേക്കണ തന്നെ ആ ഒരു സംഭവം കണ്ട. കിടിലനല്ലേ? പുറത്ത് കിടക്കുന്ന ട്രെയിൻ കണ്ട, അതൊരു മലയുടെ മേളിൽ കൂടെ കയറി അങ്ങോട്ട് കയറി പോകും. നല്ല കിടിലൻ വ്യൂ വേണ്ട. അതിനൊരു 15-20 മിനിറ്റത്തെ ഒരു യാത്ര ഉണ്ടാവും. ഒരു എന്താ പറയണ, ഒരു 7 യൂറോ 8 യൂറോ റേഞ്ചിൽ നമുക്ക് കയറി പോവാം. സെറ്റ് സംഭവം ഉണ്ടാ, കയറി പോകണതിനകത്ത് ഒരു രസം. പക്ഷെ നമ്മളിങ്ങനെ ബസ്സുമായിട്ട് ഇങ്ങനെ ഗസ്റ്റിനെ കൊണ്ട് വന്നേക്കണോണ്ട് ഞാനിപ്പോൾ ഒരു സാഹസത്തിന് മുതിരുന്നില്ല. നമുക്ക് പിന്നെ ഒരു ദിവസം അതിനകത്ത് കയറി ഒരു സംഭവം സെറ്റ് ചെയ്യാം. ഓക്കെ. ഇതല്ല, ഈ മഞ്ഞുമലയുടെ ഇടയിൽ കൂടി നമുക്ക് ഈ സാധനത്തിനകത്ത് പറന്നിറങ്ങാനുള്ള സെറ്റപ്പാണ്ട. ഇവിടെ ഉണ്ട് ലൗട്രബ്രൂണൻ. നമുക്ക് ഇവിടെ ഇതിൻ്റെ ഓഫീസ് ഇവിടെ ഉണ്ട്. ഇവിടെ വന്ന് സംഭവം ബുക്ക് ചെയ്യുക. എത്ര അടി ഉയരത്തിൽ പോകണം? 1 വേ 2 വേ, ഒരാൾക്ക് എത്ര, 3 പേർക്ക് എത്ര, 4 പേർക്ക് എത്ര എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. കണ്ട 975 ഫ്രാങ്കൊക്കെയാണ് കാണിക്കണം മോനെ. പറന്നിറങ്ങണമെങ്കിൽ കാശ് വാരി എറിയേണ്ടി വരും. നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്ന വഴിക്ക് നടന്നു പോകുമ്പോഴൊക്കെ കണ്ട മഞ്ഞുമലയല്ലേ, ആ സംഭവം ഉണ്ടാവും. ഇതിൻ്റെ ഓരോ സ്ഥലത്തിൻ്റെയും ഹൈറ്റാണ്. ഇത് 2928 മീറ്റർ. വേണ്ട വെറ്റർ ഹോൺ, ഇങ്ങനെ ഓരോന്നിൻ്റെ കൊടുത്തിട്ടുണ്ട്. വേണ്ട ഇതിൽ ഏറ്റവും ഹൈറ്റ് ഇതാണ്ട യുങ്ഫ്രൗ. ഇവിടെ ഈ ഏരിയയിൽ ഏറ്റവും ഹൈറ്റുള്ള സ്ഥലമാണിത്, 4158. നമുക്ക് ഗ്രിൻഡൽവാൾഡിൽ നിന്ന് വേണമെങ്കിൽ കേബിൾ കാറിൽ കയറി ഇവിടെ പോകാം. ഇവിടം വരെ പോകട്ടെ. ഇവിടെ ഒരു റെസ്റ്റോറൻ്റൊക്കെ ഉണ്ട്, അവിടെ പോയി ഇരുന്നൊരു കാപ്പിയൊക്കെ കുടിക്കാം.
ഒരു സംഭവമാണ് അതുണ്ടായി. പിന്നെ ഇങ്ങനെ ഹൈറ്റ് ഇങ്ങനെ നിങ്ങൾ കീഴ്പ്പോട്ട് വരുന്തോറും ഹൈറ്റ് കുറഞ്ഞ് ഇങ്ങനെ വരും. ഇതാണ് മൊത്തത്തിലുള്ള പ്ലാൻ. ഇങ്ങനെ എല്ലായിടത്തേക്കും ആക്സസ് ഉണ്ട്. കേബിൾ കാറ്, പിന്നെ മോണോ റെയിൽ, അങ്ങനെ പല പല പരിപാടികൾ. കേബിൾ കാർ ഐഗർ എക്സ്പ്രസ് അതിൻ്റെ പേര്. അതിനകത്ത് കയറി കഴിഞ്ഞാൽ മുകളിൽ ഇവിടെ ചെല്ലാം, അതിൽ കൂടി കയറി ഇവിടെ ചെല്ലാം. എങ്ങനെയുണ്ട് അല്ലേ? ഒരു ട്രെയിൻ തന്നെ കാണണ്ട. ഇതിനകത്ത് സൂമിങ് കുറച്ചേ ഉള്ളൂ. നോക്കട്ടെ, വേണ്ട ഒരു ട്രെയിൻ പോകണണ്ട. അത് ഇവിടുത്തെ ഒരു സെറ്റപ്പ് സംഭവം ഉണ്ടോ. എൻ്റെ പുറകിൽ കാറൊക്കെ വെച്ച് കൊണ്ടുവന്ന് നോക്കി. അവിടെ ഒരു മേളിൽ വെങ്കൻ എന്ന് പറഞ്ഞൊരു ഗ്രാമമുണ്ട്. ഇല്ല മേളിൽ അത് അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ കറങ്ങി ഇങ്ങനെ ഇറങ്ങി വരും. ഒരു 14 മിനിറ്റ് ജേണിയാണ്. ഇവിടെ വന്ന ടൂറിസ്റ്റുകൾക്ക് അതിനകത്ത് കയറി നൈസായിട്ട് ഒരു ട്രിപ്പ് നടത്തണ്ട. അപ്പോൾ നമ്മുടെ ഗസ്റ്റിനെയൊക്കെ നമ്മൾ അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട്. ആ വെള്ളം തന്നെ നോക്കിയേ, ഇത് നോക്കിയേ. ഇതില്ലേ മേളിൽ നിന്ന് വെള്ളം തന്നെ ഉണ്ടാ. ആ സ്വിറ്റ്സർലാൻഡിൻ്റെ കൊടിയും ആ വെള്ളച്ചാട്ടവും, ആഹാ അതിമനോഹരമായ കാഴ്ചകളല്ലേ ഗൈസ്. നോക്കിയേ. ഇനിയുണ്ട് കേട്ടോ, നമ്മൾ ആ വില്ലേജ് നടന്ന് അങ്ങോട്ട് പോകും. അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം കിടിലൻ സാധനം. ഇതുവരെയൊക്കെ നമ്മളിവിടെ വന്നത് ഗൈസ്. ഇവരൊക്കെ ഒന്ന് ഫോട്ടോ എടുക്കുന്നത്. കണ്ടിന്യൂ നോർമൽ. ഇവരൊക്കെ നമ്മളൊക്കെ ഇഷ്ടം എല്ലാം മലയാളീസാണ്. ഒരു UK കാരനുണ്ട്, പുള്ളിക്ക് നമ്മുടെ കൂടെ വരണമെന്നൊരാഗ്രഹം. അങ്ങനെ ഒന്നാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ ട്രിപ്പിലും ഒരു 4 ജർമ്മൻകാരുണ്ടായി. ഇത് തന്നെ കണ്ടാൽ മതിയില്ല, വേറെ ഒന്നും വേണ്ട. എന്താ ബ്യൂട്ടി നോക്കിയേ. എൻ്റെ മോനെ, എത്ര പ്രാവശ്യം കണ്ടാലും വന്ന് ഇവിടെ നിന്ന് പോകാൻ തോന്നില്ല. അതൊന്നാമത്തെ കാര്യം. കണ്ടാലും മതിയാവില്ല, ഫോട്ടോ എടുത്താലും മതിയാവില്ല, വീഡിയോ എടുത്താലും മതിയാവില്ല. അതുകൊണ്ട ഇടിലാൻ സെറ്റപ്പല്ലേ. അത് നോക്കിയാൽ അവിടെ ഉണ്ട്, അവിടെ അപ്പുറത്തൊരു ചെറിയ സെറ്റപ്പ് ഉണ്ട്. ഇവിടെയൊക്കെ ഉണ്ടല്ലോ, ഈ വിൻ്ററിൽ നിന്ന് സമ്മറിലേക്ക് കാണുന്ന സമയത്ത് ഇവരിങ്ങനെ വീടിൻ്റെ ബാൽക്കണിയിലൊക്കെ ഇങ്ങനെ പൂ വെക്കും കേട്ടോ. ഇത് കണ്ട ഒരു ഇത് കണ്ടോ, അതേ വിൻഡോയിലൊക്കെ പൂ വെച്ചേക്കണുണ്ട്. ആ സമയത്ത് ഒരു പ്രത്യേക ഭംഗിയുണ്ട് ഈ വീടുകൾ കാണാൻ. എല്ലാ വീടിനും ബാൽക്കണി ഉണ്ടാവും. ആ ബാൽക്കണിയുടെ വാതിക്കലൊക്കെ എങ്ങനെയെങ്കിലും അവർ കുറച്ച് പൂവും നോക്കി നോക്ക്. ചുമ്മാ ഒരു ഷെഡാണ് കണ്ടതേ. ആ ഷെഡിൻ്റെ മുകളിൽ കണ്ട ഒരു ബാൽക്കണി ഇല്ലെങ്കിലും ആ സംഭവം സെറ്റാക്കിയിട്ട് നോക്കി ഒരു റോപ്പൊക്കെ കൊടുത്ത് അതിനകത്ത് പൂവെന്ന് വെച്ചേക്കണ്ട. ഇതാണ് എങ്ങനെയൊക്കെ ഒരു സംഭവം. ഇതിലൊരു വിറക് വരെ നോക്കിയേ, ഇത് കണ്ട ഒരു വിറക് അടുക്കി വെച്ചാൽ അതിനകത്ത് തന്നെയുള്ളൊരു അടുക്കും ചിട്ടയും കണ്ട. ഇത് കണ്ട അതൊക്കെയാണ് ഇവരുടെ ഒരു പ്രത്യേകത. ഈ പുല്ലൊക്കെ ആണെങ്കിലും എത്ര വലിയ പുൽമേടുകളാണെങ്കിലും അതൊക്കെ വെട്ടി ഒരുക്കി നല്ല സെറ്റപ്പായിട്ട് ഇവരൊക്കെ നമ്മളെ ടീംസാണ്. ഇതാണ് കേട്ടോ മോനെ ലൗട്ടർബൂണിലെ മെയിൻ അട്രാക്ഷൻ. ഈ വെള്ളച്ചാട്ടമാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്നൊരു ഹോട്ട് ചോക്ലേറ്റ് നിർബന്ധമാണ്. പൊളി സംഭവമാണ്. ഇവിടെ ഒരു ഫോട്ടോ പോയിൻ്റ് ഉണ്ട്. ഇവിടെ നിന്നാണ് ആൾക്കാർ മെയിനായിട്ട് ലൗട്ടർബൂണൻ എന്നൊക്കെ പറഞ്ഞ് ഫോട്ടോ ഒക്കെ എടുക്കുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു പ്രാവശ്യം എൻ്റെ മേളിൽ കയറി പോയിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റെപ്പ് കയറി ആ വെള്ളത്തിൻ്റെ അടിയിൽ പോകാം കേട്ടോ. ആ വെള്ളം വീണതിൻ്റെ തൊട്ട് അടിയിൽ പോവാം. അവിടെ വരെ പോവാം. ഞാൻ അവിടെ പോയി നിൽക്കുന്ന ഒരു ഫോട്ടോ ഞാൻ ഈ വീഡിയോൻ്റെ സൈഡിൽ എവിടെയെങ്കിലും കൊടുക്കാൻ കേട്ടോ. ഒക്കെ നമ്മൾ കയറി നേരത്തെ കട്ട് ബോധിച്ചതാന്ന് പറഞ്ഞില്ലേ, മറ്റേ മീശ മാധവല്ലേ, അതുപോലെ നമ്മളതൊക്കെ നേരത്തെ ബോധിച്ചതാണ്. ഒരു കിടിലൻ ഒരു വില്ലേജ് സംഭവം കാണിച്ചു തരാട്ടെ. ഇപ്പോൾ ലൗട്ടർബൂണൻ തനതായ
ആ ഒരു എന്താ പറയണേ ഒരു വില്ലേജിൻ്റെ ഒരു ബ്യൂട്ടി ഇപ്പോൾ കാണിച്ചു തരാം. ഇതേ വേറൊരു സംഭവം കാണിച്ചു തരാം. ഇതുണ്ട് സിമിത്തേരിയാണ് ഗൈസ്. നോക്കി ഇവിടെ നിന്ന് ആൾക്കാർ സൈലൻ്റ് ആയിട്ടിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാത്തിനകത്തും പൂവ് വെച്ചിട്ടുണ്ട്. അടച്ചിട്ടേക്കാണ്, അതുകൊണ്ട് ഉള്ളിലോട്ട് കയറാൻ പറ്റില്ല. നോക്കിയേ ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ ഒരു സിമിത്തേരികളിൽ ഒന്നാണ്. കണ്ട അതിൻ്റെ വ്യൂ നോക്കിയ ലൊക്കേഷൻ, എൻ്റെ അമ്മ ഇവിടെയൊക്കെ കിടക്കണം വിശ്രമകാലം. ഇത് കണ്ട വെള്ളത്തിന് വെള്ളം, മഞ്ഞിന് മഞ്ഞ്, സൂര്യപ്രകാശത്തിന് സൂര്യപ്രകാശം, ചെടി, പൂക്കൾ, മല, കുന്ന്, പുഴ. ഓ വൈബോട് വൈബ്. നമ്മൾ ഇപ്പോൾ ഒരു ഇതുണ്ട ഇങ്ങോട്ടൊരു ആരോട് റിവർ ലോഞ്ച്. നമ്മൾ നടന്ന് ഈ വില്ലേജിൽ കൂടെ ഒരു സൈക്കിൾ ഉണ്ടായിരുന്നെങ്കിൽ പൊളിയായിരുന്നുണ്ട. എൻ്റെ പൊന്നാളിയാ, വാടക താങ്ങൂല. അതുകൊണ്ടാണ് കുറേ നേരം നമ്മളിവിടെ നിൽക്കുവാണെങ്കിൽ അത് വാടകയ്ക്ക് എടുത്ത് ഇവിടെ ഫുള്ളൊന്ന് എക്സ്പ്ലോർ ചെയ്യായിരുന്നു. പക്ഷേ നമ്മളിപ്പോൾ തന്നെ പോകൂലേ. ആ സിമിത്തേരിയുടെ വേറൊരു സൈഡുണ്ട്. അതെ നോക്കിയേ, നമ്മളിത് അവിടെ ഒരു അരുവി കാണുന്നുണ്ട്, അങ്ങോട്ടാണ് പോണത്. കിഡിലോസ്കി വ്യൂ ആണ്. അവിടെ താഴെ ചെല്ലട്ടെ, ഇവിടെ നമുക്ക് കാണിച്ചു തരാം. സെറ്റ് സംഭവം. ഇവിടെ പുറകെ നിന്നുള്ള വ്യൂ വേണ്ട നോക്കിയോ. ഇതാ നോക്കിയേ, സിമിത്തേരി പൂക്കളൊക്കെ കൊണ്ട് അലങ്കരിച്ചാണ് സംഭവം. വേണ്ട സൂപ്പറല്ലേ? എങ്ങനെയുണ്ടെന്ന് പറയണോട്ടാ. ഈ വീട് എങ്ങനെയുണ്ട്? ഫുള്ള് മരം, പണിതുകൊണ്ടിരിക്കണുള്ളൂ കേട്ടോ. വീട് പഴയ വീട് അടിയിൽ കിടപ്പുണ്ട്, അത് മോഡിഫിക്കേഷൻ പുതുക്കിക്കൊണ്ടിരിക്കുവാണ്. അടിയിൽ നമുക്ക് കാണാൻ പറ്റും പഴയ വീടിൻ്റെ ഭിത്തിയൊക്കെ ഇരിക്കണം. കണ്ട അത് ഫുള്ള് നോക്കിയേ, എൻ്റെ മോനെ. I tried so hard and got so far. In the end, it doesn't even matter. I had to fall to lose it all. In the end, it doesn't even matter. ചേട്ടൻ നോക്കിയേ ഗൈസ്, 1 2 3 കോടമഞ്ഞുണ്ട്. ഇനി എന്ത് വേണം? വേറെ ലെവല്. അതിൽ അവിടെ മറ്റേ ആടുകളിൽ നിന്ന് വേണണ്ട. ആടുകൾ. ഇവിടുത്തെ ചീസ് ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. സ്വിറ്റ്സർലാൻഡിലെ ചീസ്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞങ്ങൾ ഇതുപോലെ മാനിനെ കണ്ടായിരുന്നു. എൻ്റെ ഒരു സൂം ചെയ്തൊരു ഫോട്ടോ എടുത്ത് നോക്കട്ടെ, അത് എൻ്റെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഞാനത് ഇതിൻ്റെ കൂടെ ചേർത്ത് കാട്ടാം. സെറ്റ് സാധനം വരുന്നത്. ഈ വഴികൾ നോക്കി ഇതുണ്ട. വില്ലേജ് എന്നൊക്കെ പറഞ്ഞാൽ അത് ഇതാണ് വില്ലേജ്. ജെറിന് ഇവിടെ സ്ഥലം മേടിക്കണ കാര്യം പറഞ്ഞത്. ഞാനൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. ഇവിടെ സ്ഥലം മേടിക്കാൻ പോകണമെന്ന്, ഇവിടെ കോഴിനെയും പശുവിനെയൊക്കെ വളർത്തി ഇവിടെ ജീവിക്കാൻ പോകണമെന്ന്. സംഭവം നല്ലൊരു കൺസെപ്റ്റാണ്, പക്ഷേ നടക്കില്ല. അമ്മ അതിൽ കാശ് കൊടുക്കേണ്ടി വരും. ഇവിടെ ഒരു വീടൊക്കെ മേടിക്കുക, അല്ലെങ്കിൽ ഇവിടെ സ്ഥലം മേടിക്കണം എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ. ഈ വഴി കണ്ട, കണ്ടോ നോക്കിയേ. എന്താണെങ്കിലും അതിൻ്റെ ഒരു ബ്യൂട്ടി കണ്ട. ആ വീടുകൾ, സൈഡിലൊരു സൈക്കിള് വെറുതെ റോപ്പിലിങ്ങനെ ഹാങ് ചെയ്തിട്ടേക്കുന്നു. ചുമ്മാ വെച്ചേക്കണുണ്ട്. അതിനകത്ത് ആ ബാസ്ക്കറ്റിനകത്ത് കുറച്ച് പൂവും എല്ലാം സെറ്റ് ചെയ്ത് വെക്കും. കാർ ഷെഡ് നോക്കി, എൻ്റെ മോനെ. ഇവിടെ വന്നാൽ പോകാൻ തോന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നില്ലേ. ഇതുണ്ട്, ഇതൊരു ചെറിയൊരു ഫാം ഹൗസ് ഉണ്ട്. ഇതിനകത്ത് പശുക്കളും ആടുകളൊക്കെയാണ്. എന്താ
ഇതിൻ്റെ ഹൈറ്റ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റില്ല. ഇനി ഞാൻ കാണിച്ചു തരായിരുന്നു പശുവൊക്കെ നിൽക്കുന്നത്. ഇതൊക്കെ ഉണ്ട്. ഇത് കൃഷിക്കാരുടെ സംഭവങ്ങളൊക്കെയാണ്. ഇതുണ്ട്. ഇത് മറ്റേ തണുപ്പ് കാലത്ത് പശുവിനും ആടിനൊക്കെ കൊടുക്കാൻ വേണ്ടി പുല്ല് ഇങ്ങനെ റോളാക്കിയിട്ട് പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ് സെറ്റാക്കി വെച്ചേക്കണേ. ഇത് അവിടെയൊക്കെ വേറെ ഇരിപ്പുണ്ട്. കണ്ട നമ്മുടെ നാട്ടിലെ പോലെ ഈ വെള്ളച്ചാട്ടത്തിൽ വരുന്ന വെള്ളം മറ്റേ മഴ പെയ്തിട്ട് ഒഴുകി വന്നല്ല കേട്ടോ. ഈ സംഭവം മഞ്ഞുരുകിയിട്ട് വരുന്നതാണ്. മഞ്ഞുരുകി താഴത്തേക്ക് വീഴുന്ന സംഭവം നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കിടുക്കാച്ചി അല്ലേ? കിടുക്കാച്ചി എന്ന് പറഞ്ഞാൽ കിടുകിടുക്കാച്ചി. അത് കണ്ട ഓഫ് എങ്ങനെയുണ്ട് സാധനം? സ്വിറ്റ്സർലാൻഡിലെ മണി കെട്ടിയ പശുക്കൾ അവിടെ മേഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ പശുവിനെ അടുത്ത് കാണിച്ചു തരാം. ഗൈസ് ഞങ്ങളപ്പോൾ തിരിച്ച് നടക്കണതാണ്. കാരണം ഇവിടെ 2 മണിക്കൂർ സമയമാണ് നമ്മൾ ഗസ്റ്റിന് കൊടുത്തത്. ഇപ്പോൾ ഏകദേശം 2 മണിക്കൂർ ആവാറായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗസ്റ്റ് ബസ്സിൽ വരുന്നതിന് മുമ്പ് നമുക്ക് അവിടെ എത്തണം. നമ്മളെ സാമ്യണ്ണ ഉണ്ട്. അണ്ണേ ജെറി അണ്ണേ ഇങ്ക ജെറി അങ്കിൾ ഇങ്കപ്പാറ്. അപ്പോൾ ഞങ്ങളിങ്ങനെ നടക്കണതാണ് തിരിച്ചേട്ടാ. ഇതാണോ സ്ഥലം എങ്ങനെയുണ്ട്? അപ്പോൾ ഇതുപോലെയുള്ള ട്രിപ്സിൻ്റെ സംഭവങ്ങളൊക്കെ ഇടാൻ വരാം. ഇനിയിപ്പോൾ അടുത്ത സ്ഥലത്ത് പോകുമ്പോൾ അടുത്തത് ഇടാം, അല്ലെങ്കിൽ വീഡിയോ ഭയങ്കര ലെങ്തായി പോകും. ഓക്കെ ഗൈസ്, അപ്പോൾ ചെറിയൊരു ഷോർട്ട് ബ്രേക്ക്. 23 മീറ്ററായി വണ്ടിയുടെ നീളം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം കേട്ടോ. നോക്കി കണ്ട, ഒരു വണ്ടിയുടെ പുറകിൽ കെട്ടി വലിച്ചുകൊണ്ട് പോകുന്നു വേറെ വണ്ടി. ഇത് കണ്ട ഗൈസ്, ഇതെന്തോ ഇത് ഇതെന്താ ഇത് മറ്റേ നമ്മളെ മറ്റേ എന്താണ് ഓഫ്സെറ്റ് പ്രിൻ്റ് എടുത്ത പോലെ ഉണ്ട് എൻ്റെ മോനെ. അപ്പോൾ ഞങ്ങൾ ബസ്സിനകത്ത് ലോകത്തിലെ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള വില്ലേജായ സ്വിറ്റ്സർലാൻഡിലെ ഗ്രിൻഡൽവാൾഡിലേക്ക് ബസ് ഓടിച്ചിങ്ങനെ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട, ഇപ്പം നമ്മളാ പോണ വഴിക്കുള്ള കാഴ്ചകളാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പോളി സംഭവം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. സെറ്റ് സംഭവമെങ്കിലും അതെ, ഇത് ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് കാണുക എന്ന് പറഞ്ഞത് നമുക്ക് കിട്ടുന്ന ലോകത്തിൽ വെച്ച് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ കിട്ടുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യം ഉണ്ടോ. താഴെ ഇത് ഉണ്ടോ ഈ വില്ലേജ് താഴെ നോക്കിയതുണ്ടോ മലയുടെ ചോട്ടിൽ. എൻ്റെ മോനെ ഇത് നോക്കിയേ, നമുക്ക് ആ കണ്ണുകൊണ്ട് കാണുന്ന ഒരു ഭംഗി ക്യാമറയിൽ കിട്ടുമെന്ന് അറിയാൻ പാടില്ല. അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റാത്തതിലുള്ള സങ്കടം എനിക്കുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, അപ്പോൾ ഇങ്ങനെയൊക്കെ കാണിച്ചു തരാനേ എനിക്കിപ്പോൾ പറ്റുന്നുള്ളൂ. ഇങ്ങനെയൊക്കെ കാണിച്ചു തരാനേ പറ്റുന്നുള്ളൂ. ഇപ്പോൾ എല്ലാവരും തൽക്കാലം ഇങ്ങനെയൊക്കെ കാണും. ഇനി നിങ്ങൾക്കും ഇവിടെയൊക്കെ വന്ന് കാണാനുള്ള അവസരം ദൈവം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓക്കെ, കണ്ട കൈലാസം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? അതുപോലെ ഞങ്ങൾ കയറിപ്പോണ കൈലാസത്തിലേക്കാണ് തോന്നുന്ന പോലെ ഉണ്ട്.